എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകവും എന്നാൽ രോമാഞ്ചജനകവുമായ കാഴ്ചയ്ക്കാണ് ലോകകപ്പ് വേദി സാക്ഷ്യം വഹിച്ചത്. ഒരു കളിക്കാരൻ തന്റെ കഠിനാധ്വാനവും അസാമാന്യ പ്രതിഭയും ഇച്ഛാശക്തിയും കൊണ്ട് ഒരു രാജ്യത്തിന്റെ മുഴുവൻ ഹൃദയമിടിപ്പായി മാറുന്ന അപൂർവ നിമിഷം. അതെ, ഇന്ത്യൻ ക്രിക്കറ്റിലെ വിസ്ഫോടനകാരിയായ യുവസിംഹം ഇഷാൻ കിഷൻ തന്റെ ബാറ്റിംഗ് കൊടുങ്കാറ്റിലൂടെ എതിർ ടീമുകളെ തച്ചുടച്ചപ്പോൾ ചരിത്രം വഴിമാറുകയായിരുന്നു. ഈ അവിശ്വസനീയമായ പ്രകടനത്തിലൂടെ ഇന്ത്യയ്ക്ക് ലോകകപ്പ് കിരീടം നേടിക്കൊടുത്ത ഇഷാൻ കിഷനെ തേടിയെത്തിയത് വെറുമൊരു അംഗീകാരമല്ല, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രഖ്യാപിച്ച DSP പദവിയും 50 കോടി രൂപയുടെ കൂറ്റൻ പാരിതോഷികവുമാണ്. ലോകകപ്പ് ടൂർണമെന്റിലുടനീളം ഇഷാൻ കിഷന്റെ ബാറ്റ് അക്ഷരാർത്ഥത്തിൽ തീ തുപ്പുകയായിരുന്നു. മൈതാനത്തിന്റെ അതിരുകൾ ഭേദിച്ച് 4 പാടും ബൗണ്ടറികളുടെ പെരുമഴ തീർത്തപ്പോൾ ലോകോത്തര ബൌളർമാർ പോലും എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുനിന്നു. ഇന്ത്യയ്ക്ക് അതിവേഗത്തിലുള്ള ഒരു തുടക്കം ആവശ്യമായി വന്നപ്പോഴെല്ലാം ക്രീസിലേക്കിറങ്ങിയ ഇഷാൻ ആദ്യ ഓവർ മുതൽ തന്നെ എതിരാളികളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. ഗാലറികളിൽ തിങ്ങിനിറഞ്ഞ ആയിരങ്ങളും ടെലിവിഷൻ സ്ക്രീനുകൾക്ക് മുന്നിലിരുന്ന കോടിക്കണക്കിന് ആരാധകരും ശ്വാസം അടക്കിപ്പിടിച്ചാണ് ആ വിനാശകാരിയായ ബാറ്റിംഗ് കണ്ടുനിന്നത്. പന്ത് അതിർത്തി കടക്കുമ്പോഴെല്ലാം സ്റ്റേഡിയങ്ങളിൽ ഇന്ത്യ ഇന്ത്യ വിളികൾ അലയടിച്ചു. ഫൈനൽ പോരാട്ടത്തിന്റെ സമ്മർദ്ദം അതിഭീകരമായിരുന്നു. മുന്നിൽ അതിശക്തരായ എതിരാളികൾ. എന്നാൽ ഇഷാൻ കിഷൻ എന്ന പോരാളിക്ക് യാതൊരു കുലുക്കവുമുണ്ടായിരുന്നില്ല. തുടക്കം മുതൽ തന്നെ ആക്രമണോത്സുക ശൈലി പുറത്തെടുത്ത അദ്ദേഹം കണ്ണഞ്ചിപ്പിക്കുന്ന കവർ ഡ്രൈവുകളിലൂടെയും അതിശക്തമായ പുൾ ഷോട്ടുകളിലൂടെയും ലോങ് ഓണിന് മുകളിലൂടെ പറത്തിയ പടുകൂറ്റൻ സിക്സറുകളിലൂടെയും മത്സരത്തിന്റെ ഗതി ഒറ്റയ്ക്ക് മാറ്റിമറിച്ചു. ഒരു ഘട്ടത്തിൽ ബൌളർമാർക്ക് അദ്ദേഹത്തിന് മുന്നിൽ യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല. ഈ ടൂർണമെന്റിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി, ഏറ്റവും കൂടുതൽ റൺസ് തുടങ്ങി ഒട്ടനവധി റെക്കോർഡുകളാണ് ഇഷാൻ കടപുഴക്കിയത്. ഏത് ലൈനിലും ലെങ്തിലും പന്തെറിയണമെന്ന ബൌളർമാർക്ക് ചിന്തിക്കാൻ പോലും സമയം നൽകാത്ത ഈ പ്രകടനം ലോക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ ബാറ്റർമാരുടെ സിംഹാസനത്തിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന് കായിക വിദഗ്ധർ ഒന്നടങ്കം പറയുന്നു. മുതിർന്ന താരങ്ങൾ പോലും ഇഷാന്റെ പ്രകടനത്തെ വാഴ്ത്തിപ്പാടുകയാണ്. ഇന്ത്യ ലോകകപ്പ് സ്വന്തമാക്കിയ ആ നിമിഷം മുതൽ രാജ്യമെങ്ങും അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. പടക്കങ്ങൾ പൊട്ടിച്ചും തെരുവുകളിൽ ത്രിവർണ്ണ പതാക പാറിച്ചും രാജ്യം ആ വിജയം ആഘോഷിച്ചു. എന്നാൽ ബീഹാറിൽ അതൊരു സമാനതകളില്ലാത്ത ഉത്സവമായിരുന്നു. ചെണ്ടമേളങ്ങളുടെയും പടക്കങ്ങളുടെയും അകമ്പടിയോടെ ജനങ്ങൾ തെരുവിലിറങ്ങി മധുരം വിതരണം ചെയ്തും പ്രിയ താരത്തിന്റെ ചിത്രങ്ങൾക്കൊപ്പം സെൽഫിയെടുത്തും അവർ ആനന്ദനൃത്തം ചവിട്ടി. ഇന്ത്യയുടെ ഈ ചരിത്ര വിജയത്തിനു പിന്നാലെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ വമ്പൻ പ്രഖ്യാപനം നടത്തിയത്. ഇഷാൻ കിഷൻ തന്റെ അവിശ്വസനീയമായ പ്രകടനത്തിലൂടെ രാജ്യത്തിന്റെയും ബീഹാറിന്റെയും പേര് വാനോളം ഉയർത്തി. അദ്ദേഹത്തിന്റെ ഈ നേട്ടത്തെ ആദരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന് DSP പദവിയും 50 കോടി രൂപയുടെ കൂറ്റൻ പാരിതോഷികവും നൽകും. മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ നിറഞ്ഞ കയ്യടികളോടെയാണ് സദസ്സ് ഏറ്റെടുത്തത്. കഠിനാധ്വാനമുണ്ടെങ്കിൽ ഏത് യുവതാരത്തിനും ഉയരങ്ങളിലെത്താമെന്നതിന് തെളിവാണ് ഇഷാനെന്നും സംസ്ഥാനത്തെ കായിക സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി വികാരഭരിതനായി കൂട്ടിച്ചേർത്തു. ലോകകപ്പ് വിജയത്തിനു ശേഷം നടന്ന അനുമോദന ചടങ്ങിൽ തനിക്ക് ലഭിച്ച വലിയ അംഗീകാരങ്ങൾക്ക് ഇഷാൻ കിഷൻ ഹൃദയസ്പർശിയായ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി നിതീഷ് കുമാർജിക്ക് ഞാൻ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു. എനിക്ക് നൽകിയ ഈ ബഹുമതി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ഇത് ബീഹാറിലെ ഓരോ യുവ കായിക താരങ്ങൾക്കും വലിയ പ്രചോദനമാകും എന്ന് വികാരഭരിതനായി ഇഷാൻ പറഞ്ഞു. തന്റെ യഥാർത്ഥ കരുത്തായ ആരാധകർക്കും താരം നന്ദി പറയാൻ മറന്നില്ല. എന്റെ ആരാധകർ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗാലറിയിൽ നിന്ന് ഇഷാൻ ഇഷാൻ എന്ന വിളികൾ കേൾക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഊർജം പറഞ്ഞറിയിക്കാൻ ആവാത്തതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ ആവേശകരമായ ബാറ്റിംഗിന്റെ രഹസ്യവും ഇഷാൻ വെളിപ്പെടുത്തി. ഞാൻ എപ്പോഴും ടീമിനു വേണ്ടിയാണ് കളിക്കുന്നത്. എന്റെ ലക്ഷ്യം വെറുതെ റൺസ് നേടുക എന്നതല്ല, മറിച്ച് ടീമിനെ വിജയത്തിലേക്ക് നയിക്കുകയും ശക്തമായ നിലയിൽ എത്തിക്കുകയും ചെയ്യുകയാണ്. ഇതൊരു വ്യക്തിഗത നേട്ടമല്ല, മുഴുവൻ ടീമിന്റെയും കഠിനാധ്വാനത്തിന്റെ ഫലമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒരു ചെറിയ നഗരത്തിൽ നിന്ന് വന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഇത്ര വലിയൊരു പേരെടുക്കുക എന്നത് ഒരിക്കലും എളുപ്പമായിരുന്നില്ല എന്ന് ഇഷാൻ ഓർമ്മിച്ചു. തന്റെ വിജയങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ ശക്തി മാതാപിതാക്കളാണെന്നും അവരുടെ വലിയ ത്യാഗങ്ങളില്ലായിരുന്നെങ്കിൽ താൻ ഇന്ന് ഈ നിലയിൽ എത്തില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ സ്വപ്നങ്ങളെ ഒരിക്കലും ചെറുതായി കാണരുത്. കഴിവും അതിനൊത്ത കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ വിജയം നിങ്ങളെ തീർച്ചയായും തേടിയെത്തും എന്ന് രാജ്യത്തെ യുവാക്കൾക്ക് ആവേശകരമായ സന്ദേശം നൽകിയ താരം തന്നെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ച ബീഹാറിലെ ജനങ്ങൾക്ക് പ്രത്യേകം നന്ദി
പറഞ്ഞുകൊണ്ടാണ് തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. വരും വർഷങ്ങളിലും ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിക്കുന്ന കൂടുതൽ ചരിത്രങ്ങൾ ഇഷാൻ കിഷൻ എന്ന ഈ വിസ്മയതാരം തിരുത്തിക്കുറിക്കുമെന്ന് തന്നെയാണ് ക്രിക്കറ്റ് ലോകം ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.